പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഫ്രാൻസിസ്. ഞാൻ വയനാട് മാനന്തവാടിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2019 ജൂൺ 26-നാണ്. പക്ഷേ അതിനു മുന്നേ 2019 ഏപ്രിൽ മാസത്തിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി. അന്ന് എല്ലാ ദിവസവും ഉടമ്പടി ഇല്ലാത്തതുകൊണ്ട് അന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. ഞാൻ തിരിച്ചു പോയി. എൻ്റെ നിയോഗമായിരുന്നു, ഞാനൊരു സ്പെയർ പാർട്സ് കട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കച്ചവടമെല്ലാം കുറഞ്ഞപ്പോൾ ഞാനത് നിർത്തി. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ബാക്കി വന്നു. അത് 1 വർഷമായിട്ട് വിറ്റുപോകാൻ സാധിച്ചില്ല. അങ്ങനെ അതിൻ്റെ നിയോഗമായിട്ടാണ് ഞാൻ ഏപ്രിൽ മാസത്തിൽ വന്നത്. ഞാനിവിടെ വന്ന് തിരിച്ച് ഞാൻ വീട്ടിലെത്തി. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ ആ സാധനങ്ങൾ മുഴുവൻ ഞാൻ ഉദ്ദേശിക്കുന്നാലും വിലയിൽ അതെല്ലാം വിറ്റുപോയി. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങൾ കുറച്ച് പേര് ഷെയർ കൂടി മേടിച്ച സ്ഥലമുണ്ടായിരുന്നു. അത് 3 വർഷമായിട്ടും വിൽക്കാൻ സാധിച്ചില്ല. വിൽക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം അതിൻ്റെ ഒരതിർത്തി ഒരു RC പള്ളിയുടെ സെമിത്തേരി ആയിരുന്നു. സെമിത്തേരി കാരണം വരുന്നവരാരും അത് വാങ്ങുന്നില്ലായിരുന്നു. അച്ഛൻ്റെ യൂട്യൂബ് ആരാധനയിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു, ഫെബ്രുവരി 25, 26, 27 ദിവസങ്ങളിൽ വിൽക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ. അതുപ്രകാരം പോയി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും കാശിരവും എല്ലാം എടുത്ത് ഞങ്ങൾ പോയി പ്രാർത്ഥിക്കുകയും 4 സ്ഥലങ്ങളിലും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത് തിരിച്ച് വീട്ടിലെത്തി. അരമണിക്കൂറിനുള്ളിൽ തന്നെ ആ സ്ഥലം വിൽക്കാൻ സാധിച്ചു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. അതുപോലെ 30 വർഷത്തിലേറെയായി എനിക്ക് നടുവേദനയായിരുന്നു. അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചെയ്തു പോകുമായിരുന്നു. 2021 പൂർണ്ണമായിട്ട് ഞാൻ കിടപ്പിലായി, ഡിസ്ക് പ്രൊലാപ്സ് കാരണം. അങ്ങനെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോയി, ഒരു പ്രഗത്ഭമായ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പരിശുദ്ധ അമ്മയോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഓപ്പറേഷൻ ഇല്ലാണ്ട് എൻ്റെ അസുഖം മാറണമെന്ന്. അങ്ങനെ വീണ്ടും 1 മാസം കഴിഞ്ഞപ്പോഴും എനിക്ക് ഒട്ടും നടക്കാൻ പറ്റാണ്ട്, തീരെ നടക്കാൻ പറ്റാണ്ട്, വണ്ടിയിൽ കയറാൻ പോലും എനിക്ക് പറ്റില്ല. അങ്ങനെ എടുത്തു കയറ്റിയാണ് എന്നെ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴും വേറെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴും അവർ പറഞ്ഞു ഇത് നിസ്സാരമായ കാര്യമല്ല, ഇത് സർജറി ചെയ്യാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അതും കീ ഹോളൊന്നും പറ്റില്ല, ഓപ്പൺ സർജറി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥന കാരണം അവരതിനെ ഡേറ്റെല്ലാം തന്നു വിട്ടു. പക്ഷേ വീട്ടിൽ നിന്ന് വീണ്ടും ഓപ്പറേഷൻ ഞങ്ങൾ വിധേയമല്ലാത്തതുകൊണ്ട് ഒരു ഒപ്പീനിയനും എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ തന്നെ, വയനാട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോവുകയും അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട, 1 ആഴ്ച അവിടെ കിടക്കുക. അവിടുന്ന് ചെറിയ ചികിത്സകളൊക്കെ തന്നു. വീട്ടിൽ പോയിട്ട് 1 മാസം വെയിറ്റിട്ട് കിടന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഒപ്പം തന്നെ വിശുദ്ധ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നുണ്ടായിരുന്നു. ഇന്ന് ഒരു കുഴപ്പമില്ലാണ്ട് പൂർണ്ണമായിട്ടും എനിക്ക് നടുവേദന സൗഖ്യപ്പെട്ട് കിട്ടി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എല്ലാ മാസവും ഞാൻ പത്രം മേടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ ബസ് സ്റ്റാൻഡിലും ബസ്സുകളിലൊക്കെ പോയി കൊടുക്കുമായിരുന്നു, ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ പരമാവധി വീടുകളിൽ പോയിട്ട് ഞാൻ പത്രവിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ രോഗികളെ പരമാവധി ഹോസ്പിറ്റലും വീടുകളിലൊക്കെ പോയി കാണുന്നുണ്ട്. കാരുണ്യ പ്രവർത്തികളായിട്ട് രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്നുണ്ട്. ഓർഫനേജിൽ പോയി ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. ആത്മീയ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബത്തിലെല്ലാവരും പോകുന്നുണ്ട്. പിന്നെ അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട്, ഉപവാസം എടുക്കുന്നുണ്ട്. ഈ ബൈബിൾ വായന എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ സമ്പൂർണ്ണ ബൈബിള് 1 തവണയെങ്കിലും വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം 4 തവണ ഞാൻ വായിച്ചു കഴിഞ്ഞു. അതുപോലെ ഉപവാസമാണെങ്കിലും എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയ്ക്കും ഞാൻ ഓർക്കും 1 ദിവസമെങ്കിലും ഉപവാസം എടുക്കണമെന്ന്. അതും നടക്കില്ല, ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മുടെ പിടുത്തം വിട്ടുപോയിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ ആഴ്ചയും 1 ദിവസം ഫുള്ളായിട്ട് ഉപവാസം എടുക്കാനുള്ള കൃപ കിട്ടിയിട്ടുണ്ട്. നിയമാവർത്തന പുസ്തകം 7:6 മുതലുള്ള തിരുവചനങ്ങളിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്, ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒത്തിരിയേറെ കൃപയോടെ ജീവിക്കുവാനായിട്ട് നമ്മെ ഒരുക്കുന്ന ഒരു പദ്ധതി. അങ്ങനെ ഉത്തരവാദിത്വപൂർണമായ ഉടമ്പടി ജീവിതം ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ജനമായി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ബോധ്യം ഓരോ വ്യക്തിക്കും
കൂടുതലായി ലഭിക്കുന്നു. അതുതന്നെയല്ലേ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ. തൻ്റെ ഉപവാസവും അതുപോലെ പ്രാർത്ഥനയുമൊക്കെ ആദ്യം എങ്ങനെയായിരുന്നു, എന്നാൽ ഇന്നിപ്പോൾ എത്രമാത്രം അതിനൊക്കെയുള്ള സാധ്യത താൻ തന്നെ അതിനെല്ലാം മുൻകൈ എടുക്കുകയാണ്. ഇനി ഒരു ശക്തിക്കും തന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അതാണ് ഇന്ന് ഈ മകൻ ഇവിടെ പറയുക. അത്രയേറെ ദൈവവുമായിട്ടുള്ള ആ ഒരു അടുപ്പം, ഹൃദയ അടുപ്പം നേടിയെടുക്കുന്ന മകനായി മാറിയിരിക്കുകയാണ്. അങ്ങനെ തൻ്റെ 1 വർഷമായിട്ട് തനിക്ക് വിൽക്കാൻ സാധിക്കാതിരുന്ന സ്പെയർ പാർട്സ് ഒരാഴ്ച കൊണ്ട് വിറ്റുപോകുന്നു. 3 വർഷമായിട്ട് വിൽക്കാൻ പറ്റാതിരുന്ന സ്ഥലം, അതും ഉടനെ തന്നെ വിൽക്കുവാനായിട്ട് സാധിക്കുന്നു. 30 വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന തൻ്റെ അസുഖം, അതും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡോക്ടറെ കാണുവാനും ഡോക്ടറുടെ നിർദ്ദേശം അനുസരിക്കുവാനും പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് മറ്റ് മെഡിസിൻ ഒന്നുമില്ല എന്നാണ് നാം കേട്ടത്. റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ തനിക്ക് പരിപൂർണമായിട്ടുള്ള സൗഖ്യ അനുഭവം കിട്ടിയതൊക്കെയാണ് ഫ്രാൻസിസ് എന്ന മകൻ ഇവിടെ പങ്കുവയ്ക്കുക. മാനന്തവാടിയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ഇത്രയും സമയമൊക്കെ ഇവിടെ നിന്ന് ഈ സാക്ഷ്യം ലോകസമക്ഷം പറയണമെങ്കിൽ അതൊരു നിലപാടെടുത്തിട്ടാണ്. അതായത് തനിക്ക് ദൈവം തന്ന കൃപ അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടേ താൻ ഇന്ന് പോകൂ എന്നുള്ള ഒരു നിലപാട്. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ ലക്ഷണമാണിത്. എത്രയോ പേര് സാക്ഷ്യം പറയാനായിട്ട് സമയമുണ്ടോ? ഇനി ഞങ്ങൾക്ക് പലതരത്തിലുള്ള പദ്ധതികളുമായിട്ട് ഇവിടെ വന്നിട്ട് അവരുടെ പ്രോഗ്രാമിന് എന്തെങ്കിലും കുറവ് വരാതെ സാക്ഷ്യം പറയാൻ പറ്റിയാൽ അത്രയും നന്ന് എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലുമൊക്കെ ആണോ നാം എന്ന് നാം തന്നെയാണ് വിലയിരുത്തേണ്ടത്. കർത്താവിന് വേണ്ടിയിട്ട് നാം സമയമെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനുമൊക്കെ ദൈവവും എത്രമാത്രം ശ്രദ്ധാലുവായിരിക്കും. നമ്മെ തിരഞ്ഞെടുത്ത ദൈവം സത്യവാനാണ്. അങ്ങനെ ഈശോയ്ക്ക് ഇന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മകൻ ആരാധനയർപ്പിക്കുകയാണ്. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.